ബംഗാളിൽ ഈ 7 ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ബി ജെ പിക്ക് കടന്നു കയറണമെന്ന് വലിയ താല്പര്യമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോശമായിരുന്നില്ല, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിചാരിച്ച പോലെ ഭരണം കിട്ടിയൊന്നുമില്ല. ഇപ്പോൾ അവിടെ ബി ജെ പിയുടെ സാധ്യതകൾ ഇത്തവണ എന്താണ്? ബി ജെ പിയുടെ സാധ്യതകൾ പ്രതീക്ഷിച്ചതുപോലെ മെച്ചപ്പെടാത്ത ഒരു സ്റ്റേറ്റാണ് വെസ്റ്റ് ബംഗാൾ. അതിന് പല കാരണങ്ങൾ ഉണ്ട്. രാഷ്ട്രീയമായ അന്തരീക്ഷം ബി ജെ പിക്ക് അനുകൂലമാണ്. അതേസമയം അവിടുത്തെ പുതിയ കുറുമുന്നണിയും മുന്നണികളും മമതാ ബാനർജി ഉയർത്തിയിരിക്കുന്ന പ്രതിരോധവും ഒരു അഗ്രസീവായ പ്രതിരോധവും നിലവിൽ 2019 18 സീറ്റിൽ ബി ജെ പിക്ക് നേടാൻ പറ്റി. 18 സീറ്റിൽ ജയിച്ചപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 40% വോട്ടും. അതൊരു വലിയ മുന്നേറ്റം, വലിയ കുതിച്ചുചാട്ടമായിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വന്നില്ല. 293 സീറ്റിൽ 71 സീറ്റ് മാത്രമേ. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വല്ലാതെ കുറഞ്ഞുപോയി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു, CPM അവിടെ തകർന്നു. അവരുടെ വോട്ടിംഗ് ശതമാനം 7.5 കുറഞ്ഞു. 7.5% CPM പോയപ്പോഴാണ് ബി ജെ പി 40% 40 കഴിഞ്ഞിട്ട് സഖാക്കള് ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു 2019 ചിത്രം. ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ കോൺഗ്രസും CPM-ഉം തമ്മിലൊരു സഖ്യമുണ്ട്. മമതാ ബാനർജി ആ സഖ്യത്തിൽ ചേരാതെ നിൽക്കുന്നു. അവിടെ ഇപ്പോൾ റൈവൽസും എനിമീസുമാണുള്ളത്. റൈവൽസും പക്ഷേ തമ്മിൽ എനിമികളല്ല, എതിരാളി മാത്രമാണ്. കോൺഗ്രസും CPM-ഉം മമതയെ സംബന്ധിച്ചിടത്തോളം റൈവൽ പാർട്ടികൾ മാത്രമാണ്. അതേ സമയത്ത് ഇവരുടെ 3 പേരുടെയും എനിമി, പൊതു എനിമി ബി ജെ പി ആണ്. ഇതാണ് ബംഗാളിലെ ഇന്നത്തെ ചിത്രം. ഈ ത്രികോണ മത്സരത്തിൻ്റെ വേദിയാണ് ബംഗാൾ ഇപ്പോൾ. രാമേന്ദ്രൻ പറഞ്ഞതുപോലെ 7 ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിൽ 3 ഘട്ടം കഴിഞ്ഞു. ഏതാനും സീറ്റുകളിലാണ്. ഇനി 4 ഘട്ടവും അവിടെ വോട്ടെടുപ്പുണ്ട്. അതീവ സംഘർഷം നിറഞ്ഞ മത്സരത്തിലാണ്. പ്രത്യേകിച്ചും സൗത്ത് ഏരിയയിൽ, ബംഗാൾ സൗത്ത് ഏരിയയിൽ ആണ് ഈ മത്സരം ഏറ്റവും കടുത്തത്. ബംഗാളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചറുണ്ട്. അവിടെ ഈ CPM-ഉം കോൺഗ്രസിനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല. ചുവരെഴുത്തുകളിലായാലും പോസ്റ്ററുകളിലായാലും കൊടിതോരണങ്ങളിലായാലും ബി ജെ പി തൃണമൂലുമാണ്. എല്ലാ റോഡുകളിലും വീഥികളിൽ പിന്നെ ഉൾനാടുകളിലും ഒക്കെ മുഴച്ചു നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസും CPM-ഉം കൂടെ ചേർന്ന് ഒരു മത്സരം തൃണമൂലിനും എതിരെയും ബി ജെ പിക്കെതിരെയും നടത്തുന്നുണ്ടെങ്കിലും ആത്യന്തികമായവർ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യം അവിടുത്തെ ഭരണകക്ഷിയായ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേന്ദ്ര അവഗണന. കേരളത്തിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പറയുന്നത് പോലെ കേന്ദ്രം വേണ്ടത്ര ഫണ്ട് തരുന്നില്ല. പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടുകളൊക്കെ പെൻഡിങ്ങിലാണ്. അപ്പോൾ തൊഴിലുറപ്പ് എന്നുള്ളത് അവിടെ അടിസ്ഥാന വർഗത്തിന് വേറെ പേരിട്ടൊക്കെയാണ് പദ്ധതികൾ കേരളത്തിലെ പോലെ തന്നെ. അതെ. അപ്പോൾ ഇതിനുള്ള ഫണ്ട് കൊടുക്കുന്നില്ല. ഈ ഫണ്ട് കിട്ടാത്തതിൻ്റെ ഒരു പരാതി അവർ കൂടെ ഉന്നയിക്കാറുണ്ട്. പിന്നെ ഒരുപാട് റെയ്ഡുകൾ കേന്ദ്ര ഏജൻസിയെല്ലാം ഉപയോഗിച്ച് അവിടെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ റെയ്ഡ് ചെയ്ത് പീഡിപ്പിക്കുന്നു. അത് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് സ്കാം. അത് ബി ജെ പി അതിന് കൗണ്ടർ ചെയ്യുന്നത് ഇത് ബംഗാളിലെ അഴിമതി ഭരണമാണ്. അവിടെ 24,000 അധ്യാപകരുടെ നിയമനത്തിൽ ഭീകരമായ അത് കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കി. ഇപ്പോൾ അതിനൊരു സ്റ്റേ കിട്ടി സുപ്രീം കോടതിയിൽ നിന്ന്. അപ്പോൾ പിന്നെ സന്ദേശ് കാലിയില്ല പ്രശ്നം. ഈ 2 വിഷയമാണ് ബി ജെ പി മമതയ്ക്കെതിരെ എടുത്തുന്നയിക്കുന്നത്. പിന്നെ കോൺഗ്രസും CPM-ഉം ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് നടത്തുന്നത്.
ഏതെങ്കിലും തരത്തിൽ കുറച്ച് സീറ്റെങ്കിലും കിട്ടി തിരിച്ചു വരാൻ എങ്ങനെ പറ്റും എന്നാണ്. മുഹമ്മദ് സലീമാണ് അവിടെ ചുക്കാൻ പിടിക്കുന്ന ഒരു PB മെമ്പറാണല്ലോ. അതെ, സംസ്ഥാന സെക്രട്ടറിയാണ്. അതെ, സംസ്ഥാന സെക്രട്ടറിയാണ് PB. മുർഷിദാബാദിലും മത്സരിക്കുന്നു. മുർഷിദാബാദിലെ സ്ഥാനാർത്ഥി. വല്ല സാധ്യതയുണ്ടോ? അയാൾ ജയിക്കാനുള്ള എല്ലാ അടവും സ്വീകരിക്കുന്നുണ്ട്. തൃണമൂലിൻ്റെ സഹായവും തേടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവിടെ സ്ഥാനാർത്ഥിയുണ്ട് തൃണമൂലിന്. ത്രികോണ മത്സരത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയില്ല മുർഷിദാബാദിൽ. പക്ഷേ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ഭരണവിരുദ്ധ വികാരം തനിക്ക് അനുകൂലമാകുമെന്ന് അയാൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോൾ പൊതുവിൽ ബംഗാളിലെ അവസ്ഥ. ഈ ആദിർ രഞ്ജൻ ചൗധരി എല്ലാവരുടെയും കാലൊക്കെ പിടിച്ചിട്ട് തന്നെത്താനെ ജയിച്ചു വരാറുണ്ടായിരുന്നു മണ്ഡലത്തിൽ. അതെ അതെ. ഇത്തവണ അങ്ങനെ നടക്കുമോ? കാരണം എന്തിനാണ് TMC ജയിപ്പിക്കുന്നത്, അതിലും ഭേദം BJPക്ക് വോട്ട് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചില്ലായിരുന്നോ? അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് TMCയും അത്യാവശ്യം സഹായിക്കാറൊക്കെ ഉണ്ടായിരുന്നു മുമ്പെന്നാണ് കേൾക്കുന്നത്. ഈ തവണ കിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിന് 2 സീറ്റെങ്കിലും കിട്ടി. CPMന് 0 സീറ്റായിരുന്നു. കോൺഗ്രസിൻ്റെ ആ 2 സീറ്റിൽ എങ്കിലും ഇപ്പോൾ ജയിച്ചു വരാമോ എന്നാണ് അവർ നോക്കുന്നത്. CPM അവരെ സഹായിച്ചാൽ 2-ൽ കൂടുതൽ സീറ്റ് ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടിയെന്ന് വരാം. തിരിച്ച് കോൺഗ്രസ്സിന് CPMനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററാണ് ജനങ്ങളുടെ പിൻബലത്തിൽ കോൺഗ്രസ് അവിടെ. അപ്പോൾ കോൺഗ്രസിൻ്റെയും കൂടെ സഹായം കിട്ടിയ CPM അവർ പരസ്പരം സഹായിച്ചാൽ, അവരുടെ ഈ ഐക്യം ഫലവത്തായാൽ ചില സീറ്റുകളിൽ ജയസാധ്യതയുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം 18-ന് മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. മോഡിയുടെ സാന്നിധ്യവും മോഡിയുടെ സൽപ്പേരും മോഡി വേവ് എന്നൊന്ന് ഇല്ല എന്ന് ശത്രുക്കൾ പറയുന്നുണ്ടെങ്കിലും ഒരു മോഡി തരംഗം ബംഗാളിലുണ്ട്. അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ നിയമസഭയുടെയും പഞ്ചായത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം വച്ചല്ല എന്ന് പറഞ്ഞു. പക്ഷേ ലോക്സഭയിലേക്ക് വേറെ തരത്തിലായിരിക്കില്ലേ വോട്ടിംഗ്? അതെ അതെ. പ്രത്യേകിച്ചും ബംഗാളി മിഡിൽ ക്ലാസ് ഭദ്രലോക് BJPക്ക് അനുകൂലമാണ്. അവിടെയാണ് അത് ആ ഒരു പിൻബലം ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വേണ്ടത്രയില്ല. ഗ്രാമപ്രദേശങ്ങളിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു തേരോട്ടമുണ്ട്. അവർ പറയുന്നത് കണ്ണുടച്ച് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ ഈ ദേശീയ തലത്തിൽ പ്രയോഗിക്കുന്ന എല്ലാ പോളറൈസേഷൻ പൊളിറ്റിക്സും അതുണ്ട്. ഭയങ്കരമായ മുസ്ലിം പ്രീണനം TMC ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, CPMും ഉണ്ട്. പക്ഷേ CPMന് അതിലെന്ത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ TMCയുടെ പ്രധാനപ്പെട്ട കാർഡ് ഈ മുസ്ലിം ഏകീകരണമാണ്. അത് അവർക്ക് വേറെ തരത്തിൽ തിരിച്ചടിയുമാകുന്നുണ്ട്. ഇതാണ് ബംഗാളിലെ ഒരു പൊതു. ഈ സന്ദേശ് ഖലീൽ BJPയുടെ സാധ്യത എന്താ? രേഖാ ബത്രയുടെ അത് അദ്ദേഹം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് കരുതുന്നത്. ആ മേഖലയിലും പിന്നെ ഇപ്പം MLA ആയിരിക്കുന്നൊരു നൂറുൽ ഹസനാണ് TMCയുടെ സ്ഥാനാർത്ഥി. കാരണം അവിടെ ഉള്ള നൂർജഹാൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അവർ മാറ്റി. MP ആയിരുന്ന ആളെ മാറ്റിയിട്ടാണ് TMC MLA നിയോഗിച്ചിരിക്കുന്നത്. അതെ. പിന്നെ ഈ രാജ്ഭവനിലെ വിഷയം പൊക്കിക്കൊണ്ടുവന്നത് BJPക്ക് ഒരു അമിതമായ പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്ന ഭയത്തിൽ നിന്നാണ്. ആ സംഗതി രണ്ടാമത്തെ ഫേസിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ മമതാ ബാനർജി കൊണ്ടുവന്നത്. അപ്പോൾ അത് അവർക്ക് വലിയ ഒരു ഗെയിനായിട്ടാണ് ഇപ്പോൾ കരുതുന്നത്. ഗവർണർ വെല്ലുവിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ CCTV ഫുട്ടേജൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം കൈവന്നതുപോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇന്നൊരു ഹർജി പോയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ പോലീസ് രാജ്ഭവനിലെ ജീവനക്കാരെയൊക്കെ ഹറാസ് ചെയ്യുന്നു, അത് തടയണം എന്ന് പറഞ്ഞിട്ട്. അതെ. പൗരത്വ നിയമം ബംഗാളിലൊരു രാഷ്ട്രീയ വിഷയമായിട്ട് തുടക്കത്തിൽ വന്നിരുന്നു. 1-2 പേജിൽ ധാരാളം പേര് നുഴഞ്ഞു കയറിയിട്ടുള്ള സ്ഥലമാണ്. ഈ സന്ദേശ് ഖലീൽ തന്നെ മുമ്പ് ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പൊ 43% പേര് മുസ്ലിങ്ങളാണ് മണ്ഡലത്തിൽ. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരുടെ വലിയ ഒരു പ്രശ്നം നേരിടുന്ന സംസ്ഥാനമാണ്.
ബംഗാളും ആസാമും ഒക്കെ. അപ്പം ഈ ബംഗാളിൽ പൗരത്വ നിയമം പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായിട്ട് BJP തുടക്കത്തിൽ കൊണ്ടുവന്നിരുന്നു. അത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ് പോളിംഗ് കഴിഞ്ഞപ്പോൾ അവരത് മാറ്റി. അതോടൊപ്പം ഈ മുസ്ലിം സംവരണത്തിൻ്റെ കാര്യവും അവിടെ അങ്ങനെ എടുത്ത് പറയുന്നില്ലെന്ന് തോന്നുന്നു. അല്ലേ, അത് പറയുന്നുണ്ട്. അവിടുത്തെ ദളിത് OBC വിഭാഗത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ സംവരണം എടുത്ത് മതപരമായി മുസ്ലിങ്ങൾക്ക് കൊടുക്കുവാൻ ഒരുങ്ങുന്നു. അത് പറയുന്നുണ്ട്. പക്ഷേ അത് മമത മുസ്ലിങ്ങളെ ഏകോപിപ്പിച്ച് നിർത്താനുള്ളൊരായുധവും ആക്കുന്നുണ്ട്. ബംഗാളിൽ തുടക്കത്തിൽ പറഞ്ഞു വന്നിരുന്ന പൗരത്വ നിയമം എന്തുകൊണ്ട് പെട്ടെന്ന് മാറ്റി എന്നത് ഒരു ദുരൂഹമായ കാരണമാണ്. ഒരു കാര്യത്തിൽ പ്രേക്ഷകർക്ക് വലിയ താല്പര്യം ഉണ്ടാവും. ഈ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ വിവാദ കഥാപാത്രം നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. സാധാരണഗതിയിൽ കാരണം മറ്റേ ചോദ്യം ചോദിക്കാൻ കാശ് മേടിച്ചിട്ട് അതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു MP വീണ്ടും MP ആയാലും ആ ഇഷ്യൂ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് ജയിച്ചാലും പ്രശ്നമാണ്, തോറ്റാൽ പ്രശ്നമില്ല. പക്ഷേ അവർ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. അവർ കൃഷ്ണനഗർ എന്ന് പറയുന്ന അവരുടെ സീറ്റിൽ ആണ് രണ്ടാമത് മത്സരിക്കുന്നത്. അപ്പോൾ രാജകുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് BJP എതിർക്കാനും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.